എഫീഷ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം. കള്ളൻ ഇനിയും കക്കാതെ മറ്റുള്ളവർക്ക് ദാനം കൊടുക്കേണ്ടത്. മുട്ടുള്ളവന് ദാനം ചെയ്യാൻ നമ്മുടെ കയ്യിൽ സമ്പന്നത ഉണ്ടായാലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് അധ്വാനിക്കണം. ചിലര് പറയും സുവിശേഷ വേല ചുമ്മാ ബൈബിൾ എടുത്ത് പ്രസംഗിക്കുക. അല്ല, സുവിശേഷ വേലയും അധ്വാനം. സുവിശേഷ വേലയിലും അധ്വാനിക്കുന്നവർ അവരുടെ റിസൾട്ട് കാണും. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന കാര്യം ഫലം ആകും. മുട്ട് ഉള്ളവർക്ക് ദാനം കൊടുക്കുന്ന വിധത്തിൽ സമ്പന്നരാകും. നമ്മുടെ കയ്യിൽ സമൃദ്ധിയായിട്ടുണ്ടെങ്കിലല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ദൈവത്തിന്റെ പ്ലാൻ എപ്പോഴും ഓർത്തോണം. നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം നമുക്ക് വേണ്ടി മാത്രമല്ല, വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരവും. അപ്പം വിത്ത് എപ്പോഴും ചെറുതാണ്. ഏത് വൃക്ഷം ഫലമെടുത്താലും, ആപ്പിൾ എടുത്തോ, തീരെ കുറച്ച വിത്ത് അത് കൊടുക്കാനുള്ളതാണ്, വിതയ്ക്കാനുള്ളത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് അതും അങ്ങ് തിന്നാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മുഴുവൻ സാമ്പത്തികമായ അനുഭവം അതിൽ വിതയ്ക്കാൻ ആയിട്ട് വിത്തുകൊണ്ട് തിന്മാൻ ആഹാരം, അത് തിന്നുന്ന ഫലമായിരിക്കും കൂടുതൽ. എന്ന് പറഞ്ഞാൽ അത് വേണം നമുക്ക് സേവിങ് ചെയ്യാൻ, ബാക്കിയെല്ലാം ചെയ്യാൻ. പക്ഷെ തിന്മാൻ ആഹാരവും വിതയ്ക്കാൻ വിത്തും. ആ വിത്ത് വിതയ്ക്കേണ്ടത് തന്നെയാണ്. വിത്ത് വിതച്ചില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ വായ്പ വാങ്ങിക്കുന്നത്.